നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഫ്രഞ്ച് വമ്പന്മാരായ PSG സമനില വഴങ്ങിയിരുന്നു. ബൊറൂസിയയായിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് ഈ ഒരു മത്സരത്തിൽ നേടിയിരുന്നത്. സമനില വഴങ്ങിയെങ്കിലും അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ PSG കഴിഞ്ഞിരുന്നു. സൂപ്പർ താരം കിലിയൻ എംബപ്പെ ഈ മത്സരത്തിൽ കളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. മുൻ ഫ്രഞ്ച് താരമായിരുന്ന ക്രിസ്റ്റോഫ് ഡുഗാരി എംബപ്പയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ടീമിനെ സഹായിക്കുന്നതിന് പകരം വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് കിലിയൻ എംബപ്പെ കളിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളത്. പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ RMC സ്പോർട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡുഗാരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ എംബപ്പയെ കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ പേരിലാണ്. അദ്ദേഹത്തിന് കണക്കുകളാണ് മുഖ്യം എന്നത് എനിക്ക് മനസ്സിലാകും. PSG എന്ന ടീമിലെ ലീഡറാണ് എംബപ്പെ, മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട താരം. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളെയല്ല നമ്മൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. എംബപ്പെ ഡിഫെൻസീവ് ടാസ്കിൽ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നതിലോ പ്രസ് ചെയ്യുന്നതിലോ യാതൊരുവിധ എഫേർട്ടും എടുക്കുന്നില്ല. തൻ്റെ സഹതാരങ്ങളെ കുറ്റപ്പെടുത്താൻ മാത്രം അദ്ദേഹത്തിനറിയാം. അവൻ്റെ പെരുമാറ്റത്തിൽ ഞാൻ വളരെയധികം നിരാശനാണ്. ബൊറൂസിയ ഡിഫൻസിനെ എംബപ്പെ ഒട്ടും പ്രസ് ചെയ്തിട്ടില്ല. എംബപ്പെ മറ്റുള്ളവരെ പോലെ അതല്ലെങ്കിൽ സിദാനെ പോലെ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു താരമല്ല. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കളിക്കുന്നത്. ഇതാണ് ഡുഗാരി ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത്. മുൻപും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു താരം കൂടിയാണ് കിലിയൻ എംബപ്പെ. പ്രത്യേകിച്ച് ഡിഫെൻസീവ് വർക്കിനാണ് അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. ഏതായാലും ചാമ്പ്യൻസ് ലീഗിൽ പ്രീ ക്വാർട്ടറിൽ ഇനി കാര്യങ്ങൾ ഒട്ടും PSG സംബന്ധിച്ചിടത്തോളം എളുപ്പമാവില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.